എന്റെ ശ്യാമളേച്ചി മനുഷ്യര് കണ്ട സഹിക്കൂലെന്നേ. കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാ? എന്തൊക്കെ പണിയാ ചെയ്യിക്കണേന്ന് അറിയാമോ? എന്തൊക്കെ ചെയ്യിക്കും? മുറ്റടിപ്പിക്കും, പാത്രം കഴിക്കും, തുണി അലക്കിക്കും. ആ കുഞ്ഞുവച്ചിനെ കൊണ്ടോ? പിന്നെ അല്ലാതെ. പാവം, അതിനാണെങ്കിൽ സ്കൂളിൽ പോണോന്ന് വലിയ ആഗ്രഹമാ. അപ്പൊ സ്കൂളിൽ വിടണില്ലേ? എവിടുന്നാ ചേച്ചി ഈ പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ സമയം വേണ്ടേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ആടിനെ നോക്കണം, പശുവിന് പുല്ല് കൊടുക്കണം. പിന്നെ ഇത്രയും വലിയ ചരുവത്തിലെ കാടിവെള്ളം ചുമന്നോണ്ട് വരും ചേച്ചി. കാണാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ചിരിക്കും. ഇതൊന്നും ചോദിക്കാനും പറയാൻ ആ വീട്ടിൽ ആരുമില്ല? ഒരാളും ചോദിക്കില്ല ചേച്ചി, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇനിയിപ്പോ എന്താ ചെയ്യണേ? അതാ എന്റെ ഒരു ടെൻഷൻ. അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം. എത്ര മണിക്ക്? 8:30. അടുത്ത ആഴ്ച മുതൽ ഞാനും കാണണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയാ? എന്താ? തിങ്കൾ മുതൽ വെള്ളി വരെ മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചു. സാറേ, ഞാൻ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, കംപ്ലൈന്റ് പറയാനൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കസ്റ്റമർ കെയറിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞാ പോരെ? കസ്റ്റമർ കെയറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് കിട്ടിയോ? എന്ത്? അല്ല, വിളിച്ചപ്പോ കിട്ടിയോന്ന്? കസ്റ്റമർ കെയറെ വിളിച്ചപ്പോ കിട്ടി. ഭാഗ്യം. അങ്ങനെ സാധാരണ ആരും വിളിച്ചാ കിട്ടാറില്ലേ? ഇത് ഭാഗ്യമൊന്നുമല്ല. 100 തവണ വിളിച്ചിട്ടാ ഒരു തവണ ഒന്ന് കിട്ടിയത്. എന്നിട്ട് എന്താ പറഞ്ഞു? എന്നിട്ട് അവര് പറഞ്ഞു ഏതോ എക്സിക്യൂട്ടീവ് എന്നെ വിളിക്കുന്നു. എക്സിക്യൂട്ടീവ് വിളിച്ചില്ലേ? ഇല്ല. ഈ എക്സിക്യൂട്ടീവിന്റെ ഫോൺ കണക്ഷനേ BHNL അതായിരിക്കും. അതുകൊണ്ടെന്താ സാറേ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല? നമ്പർ പറയൂ, എന്ത് നമ്പർ അത്? ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്താ എഴുതിയെടുക്കാൻ? എന്റെ സാറേ 10-15 അക്കോളോ ഏതാണ്ട് ഒരു നമ്പർ അവര് പറഞ്ഞു. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത എന്തോ നമ്പർ എന്നൊക്കെ. ആ നമ്പർ നമ്മൾ സൂക്ഷിക്കണം, എന്നിട്ട് വേണം വിളിക്കണം. ഞാനൊന്ന് വിളിച്ചോട്ടെ. സാറ് സമാധാനം ഉണ്ടാക്കും, ധൈര്യമായിട്ടിരി. ഞാൻ പറഞ്ഞില്ലേ, BHNL കണക്ഷൻ. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരാൻ വേണ്ടി ഈ സ്വാമിനിയെ വിളിച്ചൊരു പൂജ നടത്തിച്ചു. അപ്പൊ അവര് പറഞ്ഞു വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം സ്വർണ്ണമാണെന്ന്. ഇതന്നെ നമ്മളോടും പറഞ്ഞു, ഇതേ ഭർത്താനം നമ്മളോടും പറഞ്ഞു, സകല പ്രശ്നത്തിനും കാരണം സ്വർണ്ണമാണ്. ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ മേടിച്ച് ആ കുടത്തിലിട്ട് വായ കെട്ടിവെച്ചു. എന്നിട്ട് പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്കണം, 61 ദിവസം കഴിഞ്ഞിട്ട് ഈ കുടം തുറക്കാവൂ, അപ്പോഴേ ഫലം കിട്ടൂ. നമ്മളെ വീട്ടിലും പറഞ്ഞത്. പിന്നെ കണ്ണ് തുറക്കുമ്പോ ആ കുടം അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പിന്നെ നോക്കുമ്പം അതില് കുറെ കല്ല് മാത്രമേ ഉള്ളൂ. സംഭവം നടന്നിട്ട് 60 ദിവസമായി? ഇല്ല, 10-40 ദിവസമായുള്ളൂ സാറേ. അപ്പൊ എന്തിനാ 40 ദിവസത്തിന്റെ ഉള്ളിൽ തുറന്നു? അത് ഞങ്ങള് തുറന്നതല്ലോ, ഒരു ദിവസം എലി അങ്ങാണ്ട് തട്ടി താഴെ ഇട്ടു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കല്ലാണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എലി ഉണ്ടായോ? നമ്മളെ വീട്ടിലെ എലിയില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? അല്ല, എന്റെ വീട്ടില് എനിക്ക് കുറച്ച് ടൈറ്റ് വന്നേ, പൈസ കുറച്ച് ടൈറ്റ് വന്നു സാർ. ഇയാളെന്താ നുണ പറയണോ? അല്ല, സത്യമായിട്ട് പറയാ. പിന്നെ നല്ല ടൈറ്റ് ആക്കി. ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ആകെ ഇതായിട്ട് വന്നാണ്. അപ്പൊ സ്വർണ്ണക്കാര്, അപ്പൊ സ്വർണം പണയം വെക്കാൻ വേണ്ടിട്ടേ ഭാര്യ അറിയാണ്ട ഞാനൊന്ന് കൈയിട്ട് നോക്കിയത്. അപ്പൊ അതിന്റെ അത് കല്ലുള്ള. പുതിയ റേഷൻ കാർഡ് കിട്ടിയോ? പിന്നെ കിട്ടിയോന്നോ? വായിച്ചു നോക്കി. മണ്ടോദരി കൂന 62 വയസ്സ്. 62 വയസ്സ്. അടുത്ത് വായിക്ക്. ശ്യാമള 28 വയസ്സ്. മകള്. ഞാൻ മകള്. അടുത്തത് വായിക്ക്. സത്യശീലൻ 38 വയസ്സ്. മകൻ. നമ്മുടെ അമ്മ മനഃപൂർവ്വം ചെയ്തതാ. അമ്മയുടെ ഭാഗം നിന്ന് ഇങ്ങനെ എഴുതി കൊടുത്തതല്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? അതെ, ഏട്ടൻ അങ്ങനെ ചെയ്തതാ. എന്നെ ഇഷ്ടല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അമ്മ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പേരെന്ന് ശൂർപ്പണകാന്ന് നീ മനഃപൂർവ്വം എഴുതിയതാ? അല്ല. പിന്നെന്താ, ഞാനിത് മനഃപൂർവ്വം എഴുതി കൊടുത്തൊന്നുമല്ല. ഇനി എത്ര തിരുത്തി കഴിഞ്ഞാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരൂ.